ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രിയ ജനിക്കുന്നത്. ഒരു അനിയനെ വേണമെന്ന് പറഞ്ഞിരുന്ന് എനിക്ക് സ്വാഭാവികമായി കിട്ടിയത് ഒരു അനിയത്തിനെയാണ്. അന്ന് ഇവളെ കാണാൻ ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ പോയിട്ടില്ലേനും. അതിനുശേഷം എന്ന് പറയുകയാണെങ്കിലും ഫുള്ള് കച്ചറയും അടിയും, ഞാൻ എടുക്കുന്ന സാധനങ്ങൾ ഓക്ക് വേണം, ഓളെടുക്കുന്നത് എനിക്ക് വേണം, ഇതേമാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേനും. പിന്നെ എപ്പോഴോ ഒന്ന് ഈ ചക്കിക്കൊത്ത ശങ്കരൻ മാതിരി ഞങ്ങൾ രണ്ടാളും ഒറ്റക്കെട്ടായി. ഇടയ്ക്ക് അടിപിടിയൊക്കെ ഉണ്ടാവെങ്കിലും ഇപ്പോൾ കുറച്ച് മിസ്സിങ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കഫേ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പച്ചപ്പും ഹരിതാപകരമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഈ കഫേൻ്റെ പടി വരെ പോയിട്ട് ഞങ്ങൾ ആ കഫേ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവിടേക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബസ് കയറി അവിടുന്ന് മാവൂരോട് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്കാണ് പോയത്. ഓട്ടോക്കാരൻ പറയുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരാളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് പോട്ടെ. പിന്നെ ഞങ്ങൾ കഫേയിലെത്തി. ശരിക്കും ഇന്നും കയറാൻ പറ്റുമോ അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അവിടെ എത്തി ഞങ്ങൾ കയറി. പിന്നെ അവിടെ ചെരുപ്പൊക്കെ പുറത്ത് അയച്ചു വെക്കണം. പിന്നെ ഞങ്ങൾ അമേരിക്കാനോ കോഫിയാണ് പറഞ്ഞത്. പ്രിയ ഒരു കോഫി പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ പ്രിയയ്ക്ക് അത് ഫുള്ള് കുടിക്കാൻ പറ്റി. എനിക്ക് ലക്ഷറിയസ് കഫേനെക്കാട്ടിലും ഭയങ്കര നോർമലായിട്ട് കാമായിട്ട് ഒരു വിൻറ്റേജ് ടച്ചൊക്കെ വരുന്ന കഫേസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അതേമാതിരി നല്ല സുഖമാണ് ഇരിക്കാൻ. ഈ ഒരു മ്യൂസിക്കും ഭയങ്കര തണുത്ത കാറ്റും കുറച്ച് സൺലൈറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. എനിക്ക് പറയുമ്പോൾ ഒന്നാമത് കഫേയിലൊക്കെ പോവുക, ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ കുറച്ച് നേരം ചിലവഴിക്കുക, പിന്നെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുക. ചിലപ്പം എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സായിട്ടുള്ള സമയത്ത് ഒരു കഫേയിലൊക്കെ പോയി ചിലപ്പോൾ കുറേ ആൾക്കാരൊന്നും വേണമെന്നുണ്ടാവില്ല. ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ചെറിയ മടിയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു 2 മണിക്കൂറിനടുത്ത് ഞങ്ങൾ അവിടെ ഫുള്ള് കറങ്ങി. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഇവളെ ഇങ്ങനെ കാണുന്നതും ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവളൊരു ഫോട്ടോ വീഡിയോ പേഴ്സൺ ഒന്നല്ല. പിന്നെ എന്തുകൊണ്ട് എന്നെ ചീത്തയൊന്നും പറയാണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്ന്. ഈ ഒരു ദിവസം ഇങ്ങനെ ഒന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലേനു. ഈ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഈ കഫേ പറയുന്നത് ആരായി കഫേയാണ്. കുറ്റിച്ചിറ സൗത്ത് ബീച്ച് റോഡിലാണ് ഈ കഫേ വരുന്നത്. എർത്ത് സ്റ്റോർ, എക്സ്പെഷ്യലി കോഫി സ്റ്റോർ. ഇവിടെ കൂടുതലും കോഫീസാണുള്ളത്. ഈ ഒരു കഫേ കുറച്ച് ഹിഡൻ ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. കുറച്ച് സമാധാനമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ നടന്നു പോകാമെന്ന് വിചാരിച്ച്. അതാവുമ്പം കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അലീഖാൻ്റെ പിസ്ത കടയിൽ നിന്ന് പിസ്ത വെള്ളം വാങ്ങിയത്. ഞാൻ എപ്പോഴൊക്കെ അതിലൂടെ പോവുകയാണെങ്കിലും ഞാൻ അവിടെ നിന്ന് അത് കുടിച്ചിട്ടേ പോവലുള്ളൂ. ഇവിടെ പപ്പായ ജ്യൂസും പിന്നെ പിസ്ത വെള്ളവും മാത്രമാണ് ജ്യൂസിലുള്ളത്. ഇത് രണ്ടിനും 20 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഈ വലിയ ബസാറിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ SM സ്ട്രീറ്റിലേക്ക് നേരിട്ടെത്താം. അത്യാവശ്യം ബാക്കിൽ നിന്ന് ഇവിടെ കാണുമ്പം ഗുരുവായൂർ നടേൻ്റെ പോലെയാണ് തോന്നുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മമ്മേനെ ഞാൻ കണ്ടത്. ഇവർ ഈ ചിക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓരോ വീഡിയോ എടുത്തപ്പം ചുറ്റിലുള്ളവർ ഓരോടൊന്ന് ചിരിക്കാനൊക്കെ പറയുന്നുണ്ടേനു. പിന്നെ ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ ഷൂ എപ്പോൾ ഇട്ടാലും ഇതിൻ്റെ പ്രശ്നമാണിത്. അതുകൊണ്ട് ഇവളെ പണി ഫുള്ള് ഒന്ന് ഇത് കെട്ടിത്തരുന്നതേനു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ എനിക്കിന്നൊരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ്റെതാണ്. അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. എന്ത് രസമല്ലേ. ഇന്നത്തെ ദിവസത്തിൽ എന്തായാലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം സബ്സ്ക്രൈബ് ഇട്ടോ.